സാക്ഷി 2004 അവിടെ ചെന്ന് നിന്നിട്ട് ഇയാളെ വീട്ടിൽ ഇയാളെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് അതുവഴി അങ്ങ് എവിടെയോ പോയി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവളുടെ രണ്ടാമത്തെ കൊച്ചിന് എപ്പോഴും ശ്വാസം മുട്ടൽ വരും. ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വയ്യാതെയപ്പോൾ ഞാൻ തോളി കടത്തിക്കൊണ്ട് വഴി നീളം നടന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇവന് പത്തനംതിട്ട വെച്ച് കണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോൾ അന്ന് ജോലിക്ക് പോകാതെ മദ്യപിച്ചും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് എൻ്റെ ഇളയ മോളെ അടിച്ച് എവൾ തീ എത്തിച്ചുകൊണ്ടിരുന്ന വിറവ് കമ്പെടുത്ത് അടിക്കാൻ പോയപ്പോൾ ഇവൾ വിറവ് കമ്പി പിടിച്ചപ്പോൾ അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പൊള്ളി. അത് അവിടെയുള്ള നാട്ടുകാരുടെ അടുത്ത് അത്രയും പറഞ്ഞ് ഇവർ അടിച്ചതാണ് എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി. അപ്പോൾ എൻ്റെ മോള് ഫോൺ വിളിച്ച് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഗീത എന്ന് പറയും ആ കുട്ടി വിളിച്ച് ജോലി സ്ഥലത്ത് പറഞ്ഞ് ചേച്ചി നിങ്ങളെ വീട്ടിൽ ഇതുപോലെ നിങ്ങളെ മരുമ വന്ന് ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു. മൂത്ത കുട്ടി 3 വയസ്സുള്ളപ്പോൾ ആ കൊച്ചിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ചാരി കിടന്നിട്ട് കൊച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ പിടിച്ച് ഞാൻ ചാരി കിടത്തി പോകണം ഇങ്ങനെ ചാരിയാണ് എൻ്റെ അമ്മ ഇങ്ങനെ മറിഞ്ഞു പോയത്. എങ്ങനെ മക്കളെ അത് അച്ഛൻ ചവിട്ടിയപ്പോൾ അമ്മ ഇങ്ങനെ ചാരിയിട്ട് ഇങ്ങനെ മറിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം നീ എന്ത് ചെയ്ത്? ഞാൻ കരഞ്ഞ്. പിന്നെ ശോഭന അപ്പച്ചി അച്ഛനും കൂടെ ആട്ടോ പിടിച്ച് അമ്മയെ ആശുപത്രി കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ പോയി. അവിടെ ചെന്ന് അമ്മയെ പിടിച്ച് അകത്ത് കൊണ്ടുപോകാൻ സമയത്ത് അമ്മ കണ്ണ് തുറന്നു എന്ന്. കേസ് കൊടുത്തേക്കുന്നേ കേസ് എന്ത് കാര്യത്തിനൊക്കെ പറഞ്ഞേക്കുന്നത് പറയാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ കൊടുത്ത സ്ത്രീധനം തിരികെ കിട്ടണം, ഡൈവോഴ്സിന് വേണ്ടിട്ട്, പിന്നെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ല, എനിക്ക് ചോദിച്ചിട്ടില്ല. ഇപ്പൊ അത് ആ സമയത്ത് ഇതുപോലെ പത്രത്തിൽ 2 പ്രാവശ്യം അവിടെ നിന്ന് സ്റ്റേഷൻ ഹാജരായില്ല. 2-3 പ്രാവശ്യം അവര് പോയിട്ടും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും കൈപ്പറ്റിയില്ല. അവിടെ ചെല്ലുമ്പോഴേ അവളുടെ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരുന്നത്. അവിടെ ചെല്ലുമ്പോഴേ അവിടെ അല്ല താമസം എന്ന് പറഞ്ഞ് അവര് മടക്കി. നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിലവിലെ നിയമപരമായിട്ടുള്ള ബന്ധം നിലനിൽക്കെ ഇയാൾ വേറൊരു സ്ത്രീയുമായിട്ട് ജീവിക്കുന്നു, അതിനെതിരെ നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്തുവായി? അത് അന്ന് ഇരുന്ന SI സാർ പറഞ്ഞെന്ന് വെച്ചാൽ ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടായിരുന്നു. അവൾ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഈ അമ്പിളി എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടിട്ട് SI സാറിൻ്റെ അടുത്ത് കൊടുത്തപ്പോഴും സാർ അവിടെ നിന്ന് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴും അവള് പറഞ്ഞ് ഇങ്ങനെ കൂടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും വെച്ച് സ്റ്റേഷനിൽ വെച്ച് സാർ ഒരു അടി കൊടുത്തിട്ട് അവളെ കളഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് വിളിച്ചുകൊണ്ട് പോയി ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാം സമ്മതിച്ചിട്ട് പോയിട്ട് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി SIക്കെതിരെ പരാതി കൊടുത്ത് അടിച്ചെന്നും പറഞ്ഞു. ഈ അമ്പിളിയായിട്ടുള്ള ബന്ധം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാ തുടങ്ങുന്നത്? ഇവര് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മായി പറയുമായിരുന്നു എന്തായാലും നീ സൂക്ഷിച്ചോണം, കാരണം ഇങ്ങനെയാണ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവര് തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ അടുത്തൊരു കടയുണ്ട്. അപ്പൊ അത് 12 മണിയാവും ആ കട അടയ്ക്കുമ്പോൾ. അപ്പൊ കടയിൽ സിഗരറ്റ് വാങ്ങാനും അത് വാങ്ങാനും പോണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വരുള്ളൂ. പക്ഷെ വീടിന്റെ അടുത്തുള്ളവരും എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ബന്ധം ഉണ്ടായിരുന്നവരുമായിട്ട് അപ്പോഴും പറഞ്ഞു ഇതുപോലെ താഴെ അവിടെയാണ് പോകുന്നത്, അമ്പിളിയുടെ വീട്ടിലാണ് പോകുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ചോണോന്ന് പറഞ്ഞു. തന്തേര വഴി തള്ളേര വഴി ഇങ്ങനെയാണ്. പിന്നെ അവള് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതാണ്, ഒന്നും ശരിയാവില്ല, നിനക്കത് പറ്റിയല്ല എന്ന് പറഞ്ഞു. ഞാനത് കളയുകയും ചെയ്തു. പിന്നെ 1.5 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഇളയ സഹോദരിയെ കണ്ട് എൻ്റെ അമ്മാവിയാർ ആറ്റുകാലി പോയിട്ട് വന്ന് പറഞ്ഞു പെണ്ണ് കണ്ടതിന് ശേഷം എൻ്റെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അത് എന്താണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ ഇവിടെ വട്ടൂർക്കാവിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അണ്ണാ അത് വല്ലരും പറയുന്ന വാക്കൊന്നും അണ്ണം കേൾക്കരുത്. എന്താണ് എൻ്റെ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ടോ? അമ്മ നീയായിട്ട് പോയി പെണ്ണ് അയക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി നോക്കി അവർ അയക്കാമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കുകയും ചെയ്തു. ഇഞ്ചക്കൽ വെച്ചാണ് കല്യാണം നടന്നത്. ശ്രീധനായിട്ട് ഒന്നുമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അളിയൻ്റെ ഒരു 9,000 രൂപ 2 പ്രാവശ്യമായിട്ട് എൻ്റെ അമ്മാവിയാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ തന്നിട്ടില്ല. എൻ്റെ അമ്മാവിയാർ 2 പ്രാവശ്യമായിട്ടാണ് എൻ്റെ. അപ്പോൾ ഞാൻ അളിയൻ്റെ ചോദിച്ചു നീ എന്തിന് പൈസ വാങ്ങിച്ചതെന്ന്. അത് ഇരിക്കിത്തളി, അത് അവർ തന്നതാണ്, ഇത് വെച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. കല്യാണമല്ലേ, ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് പൊളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. കല്യാണം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ആ വീടെന്ന് പറയുന്ന സഹോദരിക്ക് കൊടുത്തെങ്കിൽ അമ്മയുടെ കാലശേഷം വെച്ചാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എനിക്കും കിടക്കാം വീട്ടിൽ. അങ്ങനെയാണ് വീട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസത്തിൽ 4 ആഴ്ച ഉണ്ടെങ്കിൽ 3 ആഴ്ച ഇവരവിടെ വരും. അവിടെ താമസിക്കാൻ പറ്റൂല, അവരെ വീട്ടിൽ താമസിക്കുന്നു എന്നും പറഞ്ഞ് ഡെയിലി പ്രശ്നങ്ങൾ. കുറച്ച് നാൾ കഴിഞ്ഞാണ് സ്ഥലമൊക്കെ വാങ്ങിച്ചത്. താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇനി എന്നെ കാണൂല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോഴ് ഞാനെടുത്ത് കഴിച്ചതാണ്. അപ്പൊ അത് ഇതൊക്കെ കാണത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊന്നുമില്ല. അപ്പോഴും കുട്ടികളില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ ശേഷമാണ് കുട്ടികൾ ആയത്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി എന്തായാലും അവളെ വിളിച്ചിട്ട് വരുന്നില്ല. വീണ്ടും അവരെ വീട്ടിൽ തന്നെ ഞാൻ പോയി. അവരെ വീട്ടിൽ തന്നെ പോയി. അന്ന് നരുവാമുണ്ടിൽ സൈക്കിൾ ഷോപ്പ് ഒരു ചെറിയ പണിയൊക്കെ നടത്തി അങ്ങനെ പോവുകയാണ്. അവിടെ പോയി വീണ്ടും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തട്ടിൻ്റെ പണിക്കൊക്കെ പോകും, വല്ല കോൺക്രീറ്റിനൊക്കെ പോകും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അമ്മ ഇത്തിരി അടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മാവിയെ കാണില്ല. അമ്മാവി 8-8:30 ആകും അടുത്ത വീട്ടിൽ ജോലിക്ക് വീട്ടിൽ വരുന്നത്. ഇവർ വരുന്നതും അങ്ങേരെ സ്വഭാവം മാറും. അവിടെ അടിയായി. നീ ഇത്രയും നേരം എവിടെ പോയിരുന്നു മറ്റേണ് അനാവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള സംശയം. ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ഗുളിക കഴിച്ച് അവിടെ സംരക്ഷിച്ചതൊക്കെ ആരാ? അത് അവരെ തന്നെ. നിങ്ങളവിടെ? ഇല്ല, ഞാൻ പോയി അന്ന് രാത്രി തന്നെ പോയി. അവിടെ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ അത് അവരും ഞാനും കൂടെയാണ് ചെലവാക്കിയത്. അവരും ചെലവാക്കി, ഞാനും ചെലവാക്കി.